ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും 2ാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്നത്തെ ക്ലാസ്സിൽ 4 പ്രവർത്തനങ്ങളാണ് കൂട്ടുകാർക്ക് ചെയ്യുവാൻ വേണ്ടി ടീച്ചർ നൽകിയത്. ഏതൊക്കെയാണവ? എൻ്റെ നാട് പദസൂര്യൻ പൂർത്തിയാക്കാനുള്ള ഒരു പ്രവർത്തനമാണ് അല്ലേ? വരച്ച് യോജിപ്പിക്കുവാനുള്ള പ്രവർത്തനം, അതെ. പിന്നീട് എൻ്റെ നാട് വിവരണം, അതുപോലെ ചിത്രത്തിന് നിറം നൽകുവാനുള്ള പ്രവർത്തനം. ഇവിടെ പേജ് 8 പാഠപുസ്തകം എന്ന് പറയുന്നത് പേജ് 8 പാഠപുസ്തകത്തിലെ 3 പ്രവർത്തനങ്ങളും ചെയ്യുവാനുള്ള അത് കാണിച്ചതാണ്. അതൊരു പ്രവർത്തനമല്ല. ആദ്യത്തെ പ്രവർത്തനം നാടിനെ സുന്ദരമാക്കുന്നത് എന്തെല്ലാമാണ്? ഇവിടെ എൻ്റെ നാട് എന്ന പദസൂര്യൻ പൂർത്തിയാക്കുകയാണ് വേണ്ടത്. നമ്മുടെ കവിതയെ വായിച്ചിട്ട് നന്നായി വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് അതിലൂടെ മനസ്സിലാകും. അത് നമ്മൾ പദസൂര്യനായി എഴുതുകയാണ് വേണ്ടത്. ഇത് നോട്ട് പുസ്തകത്തിലും കൂട്ടുകാർ എഴുതണം. എൻ്റെ നാട്ടിൽ അവർ കൊടുത്തത് തോടും പുഴയും ഉണ്ട് എന്ന് അവരവിടെ കൊടുത്തിട്ടുണ്ട്. വേറെ എന്തൊക്കെയാണുള്ളത്? കാടുണ്ട്, അതുപോലെ കാട്ടുചോലയുണ്ട്. വേറെ എന്തൊക്കെയാണുള്ളത്? കായൽ, കടൽ, മല, വയൽ. അടുത്ത പ്രവർത്തനം വരച്ച് യോജിപ്പിക്കൂ. ഇതും കവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനമാണ്. പാടും, പീലി നിവർത്തി ആടുന്ന, മോടികൂടും, തുള്ളിക്കളിക്കുന്ന, ഇവ ഏതുമായി ബന്ധപ്പെട്ടിട്ടാണോ അതുമായി യോജിപ്പിക്കുകയാണ് വേണ്ടത്. നമുക്കത് യോജിപ്പിക്കാം. പാടും എന്നുള്ളത് പുഴകളാണല്ലേ? പാടും പുഴകളും തോടും മോടി എന്നാണല്ലേ? അപ്പോൾ പാടും പുഴകൾ, അതിന് നേരെ യോജിപ്പിക്കാം. പീലി നിവർത്തി ആടുന്ന, കേരമരതകത്തോപ്പാണല്ലോ, അതിവിടെ ഇല്ലല്ലോ എന്നായിരിക്കും കൂട്ടുകാർ വിചാരിക്കുക. കേരമരതകത്തോപ്പ് എന്ന് പറയുന്നത് തെങ്ങിൻ തോപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പീലി നിവർത്തിയാടുന്ന തെങ്ങിൻ തോപ്പ്. മോടിക്കൂടും എന്താണ്? മലരണിക്കാടാണല്ലേ? മോടിക്കൂടും മലരണിക്കാട്. തുള്ളിക്കളിക്കുന്ന കടലാണ്. അപ്പോൾ അതിനേറെ വരച്ചു ചേർക്കാം. അടുത്ത പ്രവർത്തനം കൂട്ടുകാർക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളതാണ്. നിറം നൽകുവാനുള്ള പ്രവർത്തനമാണ്. ക്രയോണുകൾ ഉപയോഗിച്ചോ കളർ പെൻസിലുകൾ ഉപയോഗിച്ചോ ഈ ചിത്രം നിറം നൽകി മനോഹരമാക്കുക. നിറം നൽകുമ്പോൾ നിറം കൊടുക്കേണ്ടത്, അതായത് പുഴകൾക്ക് നീല നിറം നൽകണം, അതുപോലെ വയൽ അല്ലെങ്കിൽ പുല്ലുകൾക്ക് പച്ച നിറം നൽകും. കൂട്ടുകാർ അത് ശ്രദ്ധിച്ച് നിറം നൽകിയാൽ മതിയാകും. അടുത്ത പ്രവർത്തനം എൻ്റെ നാട് എന്നതിനെ കുറിച്ച് വിവരണമാണ്. എൻ്റെ നാട് വളരെ മനോഹരമാണ്. എൻ്റെ നാട്ടിൽ പച്ചപ്പ് വിരിച്ച വയലും തുള്ളിക്കളിക്കുന്ന കടലും കളകളം പാടുന്ന കാട്ടുചോലകളും ഉണ്ട്. മരങ്ങളുള്ള കാടും മീനുകളുള്ള തോടും ഉണ്ട്. എൻ്റെ നാട്ടിൽ പീലി നിവർത്തിയാടുന്ന തെങ്ങിൻ തോപ്പുകളും ഉണ്ട്. എൻ്റെ നാട് വളരെ സുന്ദരമാണ്. 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വളരെ ചെറിയ സെന്റൻസുകളാക്കിയിട്ട് എഴുതുന്ന ഒരു വിവരണം മതിയാകും. അതുകൊണ്ട് ഇത് കൂട്ടുകാർക്ക് എഴുതാം. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന കൂടുതൽ വർക്ക്ഷീറ്റ്സ് അതുപോലെ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.